കഴിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ വെള്ളം അടിച്ച് നടക്കുകയൊന്നുമില്ല. അത് വൈറ്റ് മാത്രമേ കഴിക്കത്തുള്ളൂ. ഫ്ലേവർ അങ്ങനെ പേരക്ക എല്ലാവർക്കും നമസ്കാരം. എന്തിനാടാ നീ ഊള കണ്ടന്റ് കൊണ്ട് വന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും. സ്വാഭാവികം, നിങ്ങളെ ഞാൻ തെറ്റ് പറയത്തില്ല. അതിലെ റീച്ച് കൊടുക്കരുത്. ഞാനായിട്ട് ഇനി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നാട് മൊത്ത് പറഞ്ഞ് ഇതെല്ലാം ചീഞ്ഞ കേസുകളാണെന്ന്. അതുകൊണ്ട് ഞാനായിട്ട് ഇനി പ്രത്യേകിച്ച് റീച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കൊട്ട് കൊടുക്കുമ്പോൾ എനിക്കും ഒരു സുഖം കിട്ടും കേട്ടോ, മനസ്സുഖം. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ എന്നാണ് ചില സമയങ്ങളിൽ ചിന്തിക്കുന്നത്. ഇവിടെ രേണുസ്തുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വൻ വിഷയമാണ്. നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ രേണുസ്തുതിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ കാണേ വേണ്ട, പൊക്കോ. ഇപ്പൊ തന്നെ പിണ്ടവും കളിക്ക് എടുത്തോണ്ട് പൊക്കോ. അല്ലാത്തവര് രേണുസ്തുതിക്ക് എതിരെ സംസാരിക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ പ്രതിഷേധം ലൈക്കിന്റെ എണ്ണത്തിലൂടെ പ്രതിഷേധിക്കൂ, ഹൈപ്പ് കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരും. അപ്പൊ ഞാൻ ഇവിടെ ഒരു മദ്യപാനത്തിന്റെ കേസാണ് എനിക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിക്കാനുള്ളത്. രേണുസുതി എന്തോ അഭിമാന പുരസ്കാരം പറയുന്നുണ്ട്, മാജിക് മൊമെന്റ് ആൻഡ് ഫേവറേറ്റ്, ഞാൻ ടിക്കും വീശും എന്നൊക്കെയുള്ള സാധനം. നിങ്ങളിൽ എത്ര പേരും, ഈ വീഡിയോ കാണുന്ന എത്ര പേരും മദ്യപിക്കും? ചിലപ്പോൾ മദ്യപിക്കുന്നവരുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. മദ്യപിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു ലഹരി ആയാലും അത് ഉപയോഗിക്കുന്നത് തെറ്റ് തന്നെയാണ്. എന്ന് വെച്ചിട്ട് നമ്മുടെ ഗവൺമെന്റ് വിൽക്കുന്ന ഈ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും ഇവിടെയുണ്ട്, ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നത് വാസ്തവമാണ്. അതുപോലെ തന്നെ പുകവലി, ഇത് രണ്ടും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. എന്നാലും ആൾക്കാർ ഉപയോഗിക്കുന്നു. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നു, നീയൊക്കെ തൊലഞ്ഞ് നാറാണത്തായി നശിച്ചു പോ, എങ്ങനെയോ പോ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ശരീരമാണ്. നിങ്ങൾ തൊലച്ച് കളഞ്ഞാൽ നമുക്കൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും. എന്തിന് ഇതൊക്കെ വലിച്ചും കുടിച്ചും ഒക്കെ കയറ്റി തൊലഞ്ഞ് നാറാണത്തായി പോയ ആർക്ക് നഷ്ടം? നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടം. നമ്മൾ പറഞ്ഞൊന്നും ആരും നന്നാകാൻ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മദ്യപിക്കുന്നവരെയും പുകവലിക്കുന്നവരെയും ഉപദേശിച്ച് നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കാത്ത. അതിന്റെ ആവശ്യമില്ല. എന്തായാലും എന്നെക്കാളും ഇളയതൊന്നും അല്ലല്ലോ. പിന്നെ കുട്ടികളുടെ അടുത്താണ്, കൊച്ചു പിള്ളേരുടെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കട്ടെ, അത് ശരിയല്ല, അത് തെറ്റാണ്. അല്ലെങ്കിൽ പെൺകുട്ടികളുടെ അടുത്തായാലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. അല്ലാണ്ട് ഈ നശിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച് നടക്കുന്നതിനൊന്നും നമുക്ക് പറഞ്ഞു നന്നാക്കാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ സ്വയമേ അറിഞ്ഞ് നന്നാവുക, അതേ ഞാൻ പറയത്തുള്ളൂ. അപ്പം പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ മദ്യപിക്കും, ഞാനിങ്ങനെ ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ലൈറ്റായിട്ട് 2 അടിക്കും, 2 പെക്കൊക്കെ അടിച്ച് സെറ്റായിട്ടിരിക്കും എന്ന് പറഞ്ഞ് അഭിമാനപൂർവ്വം പറയാറുണ്ടോ? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അഭിമാനപൂർവ്വം ഞാൻ മദ്യപിക്കും എന്നുള്ളൊരു സാധനം പറയാറുണ്ടോ? ഇല്ല. അങ്ങനെ പറയുന്നത് ശരിയാണോ? അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിയല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങളുടെ ചീഞ്ഞ സ്വഭാവം, അല്ലെങ്കിൽ നിങ്ങൾ മദ്യപിക്കുന്നവരായിരിക്കും, പുകവലിക്കുന്നവരായിരിക്കും. പക്ഷെ അതെന്തോ അഭിമാനപൂർവ്വം വന്നിട്ട് 10 ആളുടെ മുന്നിൽ ഞാൻ മദ്യപിക്കാം എന്ന് പറയുന്നത് ശരിയാണോ? എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ മദ്യപിക്കുന്ന ഒരു വ്യക്തിയല്ല, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ അത് എന്റെ പേഴ്സണൽ കാര്യമായിട്ട് വെച്ച് അടിച്ചോണ്ടിരിക്കും. അല്ലാണ്ട് നാളെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മദ്യപിക്കുന്നതൊന്നും കുഴപ്പമില്ല, 2 അടിക്കുന്നതൊക്കെ സെറ്റല്ല, ആരോഗ്യത്തിന് നല്ലതല്ല, 2 ഡെയിലി അടിക്കണം എന്നുള്ളൊരു വൈബ് പിടിക്കും? ഒരിക്കലും പിടിക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ കാര്യം, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു, ആരും നിങ്ങളെ ഒന്നിനും ഒരു തേങ്ങയ്ക്കും വരുന്നുമില്ല. പക്ഷേ അതെന്തോ അഭിമാനപൂർവ്വം സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കില്ല. രേണുസുതി ഇപ്പൊ ചെയ്യുന്നത് ഈ കോൺട്രവേഴ്സിയുടെ വേറെ ലെവലിൽ, വേറൊരു തട്ടിലോട്ട് പോയിട്ട് ഇപ്പൊ മദ്യപാനമൊക്കെ എന്തോ നോർമലൈസ് ചെയ്ത് സെറ്റാണെന്നുള്ള രീതിയിൽ പറഞ്ഞു വിടുന്നുണ്ട്. എന്റെ പൊന്ന് രേണു, നീ എവിടെ കൈ വെച്ചാൽ ഇത് തന്നെയല്ലോ വിഷയം. നീ വെന്ത് വാ തുറന്ന് പറഞ്ഞാലും അത് വിഷയമാണ്. ഇനി ആദ്യം നമുക്കൊരു ഗർഭത്തിൽ നിന്ന് തുടങ്ങാം. ഗർഭം ക്യാ ഗർഭം, അപ്പം ഗർഭം, ദോശ ഗർഭം, അപ്പം ഗർഭം. നമുക്ക് തുടങ്ങാം. അപ്പം ഗർഭത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലെ? അതല്ലേ അതിന്റെ ഒരു ശൈലി. രേണുസുതി വീണ്ടും ഗർഭിണി. വേണ്ട, അയ്യോ, നീ ആ ജാസിയൊക്കെ എല്ലാം ഒരു ത്രാസി കടന്ന് തൂങ്ങും. പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിങ്ങനെ തന്നെയാണ്. നമുക്ക് നന്നാക്കാനൊന്നും പറ്റത്തില്ല. ഈ ഗർഭം എന്നൊക്കെ പറയുന്നത് എന്തോ വലിയ സംഭവം, ഗർഭം അലസിപ്പിക്കുന്നത് എന്തോ വലിയ സംഭവം. എന്തോ ലാഘവത്തോടെ ആ ഒരു രീതിയിലാണ് ഇവരുടെയൊക്കെ പെരുമാറ്റങ്ങൾ. ഒന്നും പറയാനില്ല. ഒരു കുപ്പിയും പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നാൻ താണ്ടാ കിങ്ക്.
ഇവളെ വിചാരം ഇവളെ വെച്ചിട്ട് ഇവിടെ എല്ലാവരും റീച്ച് ഉണ്ടാക്കുന്നു. നീ കമന്റ് ബോക്സുകളൊന്ന് ചെക്ക് ചെയ്യും. കുറെ വിവരദോഷികൾ വന്നിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ഇടാറുണ്ട്, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ട് കമന്റ്സ് ഇടാറുണ്ട്. വിവരദോഷികൾ, നിന്നെ പോലെ വിവരവും ബോധവും ബുദ്ധിയൊന്നും ഇല്ലാത്ത കുറെ എണ്ണം. കാരണം അത്രയ്ക്ക് എന്തൊക്കെയോ വിഡ്ഢിത്തനങ്ങളൊക്കെയാണ് വിളിച്ച് പറയുന്നത് കമന്റിലൂടെ. കാരണം നീയൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരദോഷികൾ, അത് തന്നെ ഞാൻ പറയും. അങ്ങനത്തെ കുറെ എണ്ണം വന്ന് നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അല്ലാണ്ട് നിന്നെയൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാർ സപ്പോർട്ട് ചെയ്യും? നീയൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന ഈ ഊളത്തനങ്ങളെ ഏതെങ്കിലും മനുഷ്യന്മാർ സപ്പോർട്ട് ചെയ്യൂ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്ക് കേട്ടാ. ഹോ, നിന്റെ വെച്ചങ്ങ് റീച്ച് ഉണ്ടാക്കുന്നെന്ന്. നിന്നെ നല്ലത് പറയുന്നവർക്ക് റീച്ചില്ല, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാ? അതായത് നിന്റെ പാവാട വള്ളിയും തൂങ്ങി നിന്നും കൊണ്ട് നിന്നെ പൊക്കി പൊക്കി പറയുന്ന ഷജീനെ പോലത്തെ ഉള്ള ആൾക്കാർക്ക് റീച്ചില്ല. അതെന്തുകൊണ്ടാ? കാരണം നിന്നെ നല്ലത് പറഞ്ഞും കൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ ആളുകൾ വരത്തില്ല. അതിന്റെ റീസൺ, നിന്നെ കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന കാണാൻ ആർക്കും താല്പര്യമില്ല. പകരം നീ കാണിക്കുന്ന ഊളത്തനങ്ങളെ വലിച്ചു കീറി ഒട്ടിക്കുന്ന ആൾക്കാർക്കാണ് വ്യൂവർഷിപ്പ്. ഒന്ന് ചിന്തിച്ചു നോക്ക് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലാണ്ട് നിന്നെ വച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റീച്ചാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ഗുണ വെട്ടുന്ന നീ ഒന്ന് ആദ്യം ചിന്തിക്ക്, എന്തുകൊണ്ടാണ് നിന്നെ വലിച്ചു കീറി ഒട്ടിക്കുന്നവർക്ക് റീച്ചെന്ന്. കാരണം നീ കാണിക്കുന്ന ഊളത്തനങ്ങളെ ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? നിന്നെ എക്സ്പോസ് ചെയ്യുന്നത് കാണാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ മനസ്സിലാക്കുക. അല്ലാണ്ട് നിന്നെ വെച്ച് റീച്ച് പിന്നെ റീച്ച് ഇത് നിന്റെ നമ്മുടെയൊക്കെ ചാനലിൽ ടോപ്പ് വ്യൂവർഷിപ്പ് എടുത്ത് നോക്കി ഏത് വീഡിയോ കാണുന്നത്. നിന്റെ വീഡിയോ ഒന്നും അല്ല കേട്ടാ. അതുകൊണ്ട് നിന്നെ വെച്ച് കഴിഞ്ഞാൽ അങ്ങ് തീർന്നെന്നുള്ള രീതിയിൽ ഉള്ളൊരു ഊളത്തനം വിളിച്ച് പറയില്ല. പിന്നെ നീ ലൈം ലൈറ്റിൽ നിൽക്കണം. നീ നിന്ന് ഇങ്ങനെ നാറിക്കൊണ്ടേയിരുന്നു. വലിയൊരു തമ്മേനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ, നല്ല ഫോട്ടോ വെക്കണം കേട്ടോ, എന്നാലും ആൾക്കാർ കയറി കാണത്തുള്ളൂ. ഇത് ഫോട്ടോ വെച്ചോളൂ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ പടപെടാന്ന് കണ്ട് വ്യൂസ് കൂടും. നിങ്ങൾ അങ്ങനെ ചെയ്യുക. നിങ്ങൾ എന്നെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുക, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക, സന്തോഷം. മക്കളില്ല. ഞാൻ അൺമാരീഡ് ആണ് രേണു. എനിക്ക് മക്കൾക്ക് കൊടുക്കാനായിട്ട് മക്കളില്ല. മനസ്സിലായി? ഞാൻ ഉണ്ടാക്കുന്ന പൈസ മൊത്തം തിന്നുന്നത്. മനസ്സിലായി? സന്തോഷമായില്ലേ? അതുകൊണ്ട് അത് വിട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു നല്ല പേരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പേരായിട്ട് വേറെ മോശം ഇമേജ് പബ്ലിക്കിൽ ഇല്ലായിരുന്നു. എന്നാൽ അങ്ങേരൊരു കള്ളുകുടിയനാണെന്നും ഒരു സ്ത്രീലമ്പടനാണെന്നുമുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മരിച്ചതിന് ശേഷം. അതെങ്ങനെയാ വന്നത്? നീ ഒറ്റ ഒരുത്തി കാരണം അങ്ങേരുടെ പേരിനെ വരെ നാട്ടുകാർ വലിച്ചു കീറി ഒട്ടിക്കുന്നു. എന്തിന്? സുധിയുടെ ക്യാരക്ടർ വരെ എക്സ്പോസ് ആയിരുന്നു ഒരു സമയത്ത്. അതിനെല്ലാം കാരണം നീ ഒറ്റ ഒരുത്തിയാണ്. ചിന്തിക്കണം. വല്ലപ്പോഴൊക്കെ ഇരുന്നൊന്ന് ചിന്തിക്കണം. കാണിച്ചു കൂട്ടിയ ഊളത്തനങ്ങളും കോപ്രായങ്ങളും ഒക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടാ. റനാസുന എന്തായാലും കൊള്ളാം. ഇങ്ങനെ മനുഷ്യന്മാർ ഉളുപ്പില്ലാതെ ഈ ഭൂമിയിൽ കിടക്കുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ കുറച്ചൊക്കെ ഉളുപ്പ് വരണോടെ. ഇതെന്തുവാ ഇങ്ങനെ? ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമില്ലായ്മ. പിന്നെ അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അതെവിടെ പോകും? അത് തീട്ട കുഴിയിലേ പോകത്തുള്ളൂ. ആ ഒരു സാധനമാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം നിന്റെ അടുത്ത് ചോദിക്കുന്നത്, നീ എന്റെ പേരിൽ കേസ് കൊടുക്കാനും കോടതി കയറ്റാനും ഒക്കെ ഓടി നടക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നടന്നല്ലോ. ഇവിടെ നിനക്കെതിരെ ഗുരുതര ആരോപണം വെച്ച ഹനാനെതിരെ എന്തുകൊണ്ട് നീ ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല? കേസ് കൊടുത്ത് അന്വേഷണവും കാര്യങ്ങളും വന്ന് പൊയ്ക്കഴിഞ്ഞാൽ ഹനാൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിയുമെന്നുള്ള പേടിയാണോ? അറിയില്ല. അതുകൊണ്ട് എന്റെ പൊന്നിലാണോ, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഊളത്തനങ്ങൾ അറിഞ്ഞൂടാത്തവന്മാരൊന്നും അല്ല നമ്മള്. നീ പറ. നിന്റെ 2-3 വീഡിയോ ക്ലിപ്പുകളുണ്ട്. വെള്ളമടിയല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് അടിക്കത്തേ ഉള്ളൂ. അല്ലാണ്ട് അടിച്ചിങ്ങനെ കിടക്കത്തൊന്നുമില്ല. വൈറ്റ് മാത്രമേ അടിക്കത്തുള്ളൂ. എന്ത് അഭിമാനത്തോടെ ഇങ്ങനെ പറയണേ? ജസ്റ്റ് അടിച്ചാലും മാട്ടയാടി അടിച്ചാലും കണക്ക് തന്നെയാണ്. അടിക്കുവോ? കണക്ക് തന്നെയാണ്. നിങ്ങൾ അടിക്കുകയാണെങ്കിൽ അടിച്ചോ. നിങ്ങളുടെ അടുത്ത് ഞാൻ തിരുത്താനൊന്നും വരുന്നില്ല. പക്ഷെ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നാളെ നിങ്ങൾ വന്നിട്ട് ഒരു മറുപടി ഇടും. അത് എൻ്റെ അടുത്ത് അവർ ചോദിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞതെന്ന്. പിന്നെ അത് സ്ഥിരം പരിപാടിയാണ്. ചോദിപ്പിക്കുന്ന കുറെ ഊളത്തനങ്ങളുണ്ട്. അത് ബേസിക്കലി അങ്ങനെ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. നാളെ ഞാൻ വെള്ളം അടിക്കുന്നു എന്ന് വന്നിരുന്ന അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമോ? അത്രയും ചിന്തിക്കും. അതുകൊണ്ട് ഇതൊന്നും അഭിമാനത്തോടെ പറഞ്ഞ് നമ്മൾ പോസിറ്റീവായിട്ട് കാണിക്കേണ്ട ഒരു സാധനമല്ല. ഇത് രേണുവിനെ കണ്ടിട്ട് ഏതെങ്കിലും കുട്ടികൾ രേണു സുധി എന്ന് പറയുന്ന ആന്റി വെള്ളം അടിക്കുമല്ലോ, അപ്പം നമുക്കും കുഴപ്പമില്ലല്ലോ, അടിച്ച ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളെങ്കിലും വഴി തെറ്റിയാൽ അത് ചിന്തിച്ച് രേണു അടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് രേണുവിന് കുഴപ്പമില്ലല്ലോ, അപ്പം നമ്മൾ അടിച്ചാലും കുഴപ്പമൊന്നും വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെങ്കിലും ചിന്തിച്ച് വെള്ളമടി തുടങ്ങിക്കഴിഞ്ഞാൽ രേണു അത് നിന്റെ ഒറ്റ കാരണം കൊണ്ടാണ്, നീ ഒറ്റ ഒരുത്തി കാരണം ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ആണ്.
അതുകൊണ്ട് അഭിമാനത്തോട് പറയേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ. മനസ്സിലായോ? എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇങ്ങനെ തന്നല്ലോ രേണു നീ. വിവരമില്ലായ്മ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് കേട്ടോ. വിവരമില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ പറ്റിയിട്ട് അറിവില്ലെങ്കിൽ മിണ്ടാതെ വായും പൊത്തിയിട്ടിരിക്കണം. അല്ലാതെ വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ടല്ല സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയേണ്ടത്. ഓക്കെ, മാജിക് മൊമെന്റ് പ്ലെയിൻ ഫ്ലേവർ ആണ് എനിക്ക് ഇഷ്ടം. നല്ലതാ. എന്ത് വേടി ഇതൊക്കെ. ഇവിടെ വെള്ളമടിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അത്രയ്ക്കാണ് ഇവിടെ മദ്യം വിറ്റുപോകുന്നത്. ഇവിടെ രേണു മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് വിൽക്കുന്ന മദ്യം വാങ്ങിച്ച് അടിക്കുന്നത്, ഒരുപാട് പേരുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരു പോസിറ്റീവായിട്ട് വന്നിട്ട് പൊതുസമൂഹത്തിൽ പറയേണ്ട ഒരു കാര്യമില്ല. അത് രേണുവെന്നല്ല, ആര് പറഞ്ഞാലും ഞാനത് അംഗീകരിക്കത്തില്ല. ഇവിടെ അടിക്കുന്ന എത്രയോ പേര് കാണും. പക്ഷെ അതിൽ അഭിമാനത്തോടെ ഇങ്ങനെ എന്തോ പറഞ്ഞ് ചിരിച്ച് നാക്കും തള്ളി നിൽക്കേണ്ട കാര്യമല്ല. ബുദ്ധി വിവരം എന്ന് പറയുന്ന സാധനം ലെവലേശമില്ല. ഇത് നിന്റെ കുട്ടിയടക്കം കാണത്തില്ലേ, നിന്റെ മക്കളടക്കം കാണത്തില്ലേ? നാളെ അവർ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നിനക്ക് തടുക്കേണ്ട എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടോ? എൻ്റെ അമ്മ ഇങ്ങനെയല്ലേ വെള്ളം അടിക്കല്ലോ, പിന്നെ ഞങ്ങൾ അടിച്ചാൽ എന്ത് കുഴപ്പം? പക്ഷെ നീ പറയുന്നുണ്ടോ നീ വല്ലപ്പോഴൊക്കെയാണ് അടിക്കണത്, ഒക്കേഷനിലേ അടിക്കുമെന്ന്. നാളെ നിന്റെ മക്കള് സ്ഥിരം അടിച്ചടിച്ച് മാട്ടയായി മാറിക്കഴിഞ്ഞാൽ നിനക്ക് തടയാൻ പറ്റുമോ? അല്ലെങ്കിൽ തടയാൻ പോയി കഴിഞ്ഞാൽ നിനക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ടോ? വിവരമില്ല. ഇതൊക്കെ ഇങ്ങനെ തന്നെടേ. ഇതാണ് പറഞ്ഞത്, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി അത് ഇങ്ങനെ നാക്കും തള്ളി നിൽക്കും. ഓറഞ്ചും വേണ്ട, പേരയ്ക്കും വേണ്ട, പിന്നെ എന്റെ വേനം. ഓ പിന്നെ അപ്പ് മാജിക് മൊമെന്റിന് പ്രൊമോഷൻ ആയിരുന്നു. ഇവളൊക്കെ പറയുന്ന കേട്ടിട്ടാണോ മാജിക് മൊമെന്റിന് പ്രൊമോഷൻ? അയ്യേ അവർക്ക് പ്രൊമോഷൻ. ഇവർക്ക് എന്തോ വിചാരമുണ്ട് ഞാൻ എന്തിനോ വലിയ ചമ്പമാണെന്ന്. നീ ഒരു തേങ്ങയുമില്ല. നിന്നെയൊക്കെ എക്സ്പോസ് ചെയ്ത സമയത്ത് എത്ര ആൾക്കാരെന്ന് പറയുമ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ള വിവരമുള്ള ആൾക്കാർ, അത്യാവശ്യം നല്ല ലെവലിൽ ഹൈ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാർ വരെ എന്നെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഉടായ്പകളെ എക്സ്പോസ് ചെയ്യണം അതുപോലെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് നീയൊക്കെ മാജിക് മൊമെന്റിന് നിന്റെ പ്രൊമോഷൻ പിന്നെ അതത്രയ്ക്ക് റീച്ച് കിട്ടാനുള്ളവർ എന്നെ രേണു സുധി എന്ന് പറയുന്ന ഹാഷ്ടാഗ് ഇടുക, 2 തെറി വിളിക്കുക, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, റീച്ച് തന്തയ്ക്ക് വിളി ചോദിച്ചു വാങ്ങുന്ന ടീമിനെയൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. തന്തയ്ക്ക് വിളി, 2 തന്തയ്ക്ക് വിളിക്കുക എന്ന്. അപ്പൊ തന്തയ്ക്ക് അത്രത്തോളം വില നീ കൊടുക്കുന്നുള്ളൂ. നിന്റെ തന്തയെ നാട്ടുകാർ വന്നിട്ട് തെറി വിളിച്ചാൽ നീ അത് എൻജോയ് ചെയ്യുന്നു. റീച്ച് കഷ്ടം. തങ്കം ചേട്ടാ ഇതൊക്കെ കേൾക്കുന്നുണ്ടാ? സ്വന്തം മോള് പറയുന്നത്, നിങ്ങൾ അന്ന് മോക്ക് വേണ്ടിയിട്ട് സ്റ്റേഷനിലൊന്ന് ഘോരഘോരങ്ങ് പ്രസംഗിച്ചല്ലേ, മോള് പറയുന്നത് കേട്ടെ, എന്റെ തന്തയ്ക്ക് വിളിച്ചോളാം. വിളിക്കട്ടെ നമ്മള് തങ്കം ചേട്ടായി. അശ്ശി ഇവളെ വെച്ചിട്ടാണ് നമ്മളെ ചാനൽ കൊണ്ടുപോകുന്ന പോലെയാണ് ഇവളുടെയൊക്കെ പറച്ചില്. എന്തോന്നല്ല ഇതൊക്കെ. സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വച്ച് വിറ്റ് തീർത്ത് എന്തിന് നല്ല പേരുണ്ടായിരുന്ന അങ്ങേർക്ക് നാറ്റ പേരും കൂടി ഇവളുണ്ടാക്കി കൊടുത്ത് ചെയ്തു വച്ചിരിക്കുന്ന പരിപാടികള്. സന്തോഷം മാറ്റരം റേഷൻ കടയിൽ വരെ എത്തിയിരിക്കുകയാണ്. റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങണ വേണ്ട നമ്മൾ തീരുമാനിച്ചോളാം. പിന്നെ നിന്നെ വെച്ചിട്ടാണ് ജീവിക്കുന്നതെന്നുള്ളൊരു സാധനം നീ പറയുന്നുണ്ടല്ലോ. നിന്നെ പറ്റിയിട്ട് നല്ലതല്ല, നിന്നെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞ് ജീവിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്. രേണുശുചി വേറെ കണ്ടന്റ് ചെയ്യാൻ പോലും അറിയത്തില്ല. വേറെ കണ്ടന്റ് എങ്ങനെ ചെയ്യണമെന്നോ ഒരു സോഷ്യൽ ഉള്ളവൻ്റായിട്ടുള്ള ടോപ്പിക്ക് സംസാരിക്കാനോ പോലും അറിയത്തില്ല. അല്ലാണ്ട് നിന്നെ കുറിച്ച് വന്നിരുന്ന് മറ്റെന്തോ ശ്രീധുവിനെ പോലെയൊക്കെ ഉള്ളവർ വന്നിരുന്ന് കണക്കണാന്ന് വെട്ടും. ഒരു തേങ്ങയും അറിയത്തില്ല, എവിടെ സംസാരിക്കണമെന്ന് പോലും അറിയത്തില്ല. ആകെ അറിയാന്നുള്ള രേണുശുചി പേർച്ചാലും എങ്ങോട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു പ്രൊഫൈൽ. ഓക്കെ അത് വിട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. കൊള്ളാം, വെടലം സൂപ്പർ സ്പെഷ്ട് അടിപൊളി. ബാക്കി പറ. വിവരദോഷികളായിട്ട് ഒരു തലവിയെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ പിടിച്ചിരുത്താം. സത്യം ഉള്ള കാര്യം പറയാം. അമ്മാതിരി വിവരദോഷികളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പിന്നെ പുത്തരിയായിട്ടൊന്നും വിചാരിക്കുന്നില്ല. ഇതിന്റെ അടുത്തെന്നൊക്കെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. കൂടുതൽ എന്നാ പ്രതീക്ഷിക്കായിരിക്കും ആലോചിക്കും.
കുറച്ചേ ഉള്ളായിരുന്നു. ഞാൻ ഞാലിയാകുഴി ടു പുതുപ്പള്ളി പഠിക്കും. ഞാൻ നേരത്തെ ബിഗ് ബോസിന് മുന്നേ വരെ തലേന്ന് വരെ ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറിയാണ് ചങ്ങനാശ്ശേരിക്ക് വരുന്നത്. അവിടെ എന്തോടെ ബിഗ് ബോസിന് മുന്നേ ഞാൻ തലേ ദിവസം വരെ ചങ്ങനാശ്ശേരി വരെ പ്രൈവറ്റ് ബസ്സിലൊക്കെ കയറിയാണ് അങ്ങോട്ട് ഇങ്ങോട്ട്. എന്തുവാണ് ബിഗ് ബോസ് കഴിഞ്ഞാൽ പ്രൈവറ്റ് ബസ്സിൽ കയറി ഇരിപ്പ് ഉറക്കൂലേ? വലിയ എന്ത് സംഭവം പോലെയാണ്. ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തൊരു വലിയ സംഭവം എന്ന് അവിടെ നിന്ന് വലിച്ചിറക്കി കൊണ്ടുപോയി. അവിടെ കണ്ടന്റ് എന്ന് പറയുന്ന സാധനം കൊടുക്കാണ്ട് അവിടെ നിന്ന് വലിച്ചിറക്കി എടുത്തോണ്ട് പോയി. ലാലേട്ടൻ വന്നിട്ട് നേരിട്ട് വന്ന് എടുത്തോണ്ട് പോയി. ഇതുപോലെ തന്നെ ഒന്നും ഇനി ഇവിടെ വേണ്ട. എന്റെ എന്തോന്ന് പറയാ, എന്തോ വലിയ സംഭവം എന്നൊരു വിചാരമുണ്ട്. അല്ല ഞാൻ തന്നെ തിളങ്ങും മിന്നും സ്റ്റാർ എന്നുള്ളൊരു സാധനം ഉള്ളിൽ നിന്നൊരു അഹങ്കാരമൊക്കെ ഇല്ലേ, ആ ഫീലാണ്. അപ്പോൾ ഒന്നും ഈ അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കയറി കുട പിടിക്കും എന്നൊക്കെ പറയത്തില്ല. ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. സംഭവം മറ്റേ ഇത് തന്നെ, മറ്റേ ശ്രീനിവാസന്റെ ഒരു പടമില്ലേ, മറ്റേ ഉദയനാണ് താരത്തിലെ ആ ക്യാരക്ടറിന്റെ പേരങ്ങോട്ട് മറന്നുപോയി. ഓ ബിഗ് ബോസിന് ശേഷം ഞാനങ്ങനെ കയറാല്ലോ. ഞാനൊന്ന് കയറി നോക്കി, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തോന്നേ ബസ് കയറണൊക്കെ. ഇവിടെ മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഇല്ലാത്ത ജാടയാണ് ഇവക്കൊക്കെ. ഓസ്റ്റൊന്നും വെച്ചില്ല. ഓ എല്ലാരും ഭയങ്കര അത്ഭുതമായിട്ട് നോക്കിയാ ഇത് എവിടെ നിന്ന് കെട്ടി എടുത്തൊന്നായിരിക്കും, അങ്ങനെ ആയിരിക്കും. അല്ലാണ്ട് തന്നെ അത്ഭുതം കാണാതിരിക്കുന്നത് ഇതിലൊക്കെ. ഓ ബിഗ് ബോസ് കഴിഞ്ഞപ്പോ ഞാൻ ബഷീർ കയറി. ഇതാണ് അല്പത്തനം. അല്പത്തനം എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, ആ സാധനമായത്. ആദ്യം ചേച്ചിന്ന് വിളിച്ച് സുചര പറയണ ഇത് എനിക്ക് ഈ പെണ്ണിനെ ഇഷ്ടമാണ്, ഈ പെണ്ണിനെ അമ്മയായിട്ട് സ്വീകരിക്കും, കെട്ടിക്കോട്ടെ വെച്ചോ. വരാം ഞാൻ നിനക്കായൊരിക്കൽ നീയുള്ള ലോകങ്ങളിൽ, വരും നേരം എന്നോട് ചേരണമേ എൻ ജീവന്, അതില്ലാതെ വയ്യൻ നെഞ്ചോരം. ആ അവസ്ഥയാണ്. എന്തായാലും ഈ ശ്രുതി എന്ന് പറയുന്ന ആളെ വച്ച് സെഞ്ചിട്ട പോച്ച് എന്താ മാതിരി. എന്തായാലും അങ്ങേരുടെ ചരിത്രം അടക്കം, അങ്ങേര് കെട്ടിയതിന്റെ ചരിത്രങ്ങൾ അടക്കം പുറത്തു വന്നു. അങ്ങേരും നാറി നത്തം കൊട്ടി വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓഹോ പറയാതിരിക്കാൻ വയ്യ. അവൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അപ്പനും അച്ഛനും മോനും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവൻ പറഞ്ഞതാ, അച്ഛന് ഇഷ്ടമാണ് എന്നോട് പറഞ്ഞാൽ പോരെ, ഇത് എന്റെ അമ്മ ആയിക്കോട്ടെ, അമ്മ ആയിക്കോളെ. അന്ന് മുതൽ അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചതാണ്. ഓ അന്ന് മുതൽ അവന്റെ കലികാലവും തുടങ്ങി. ഉള്ള കാര്യം പറയാമല്ലോ, അതൊക്കെ വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് ആ പയ്യൻ കടന്നു പോകുന്നത്. ഇനി ഇവളുടെ വേറൊരു ന്യായീകരണം മുടന്ത കൊണയടിയുണ്ട്, കേൾക്കാം. ഇപ്പം പറയും അടിച്ച് കിണ്ടിയായിട്ട് രേണുസുതി കിടന്നു, ഒന്നുമില്ല. നീ അടിക്കുകയോ നീ നശിക്കുകയോ നീ എന്നാ കോപ്രായം വേണോ കാണിച്ചോ, അത് നിന്റെ കാര്യം. നീ തൊലയണമെങ്കിൽ തൊലഞ്ഞ് നാറാണാത്ത ആയിക്കോ. പക്ഷെ അതെല്ലാം കൂടി വന്ന് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് വിളമ്പല്ലേ. ഇവിടെ നിന്നെയൊക്കെ കണ്ടിട്ട് വഴിതെറ്റുന്ന പിള്ളേർ വരെ ഉണ്ടാവും. മനസ്സിലായോ? രേണുസുതിയൊക്കെ പഠിക്കും, അപ്പൊ ഇത്രയും വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇതുപോലെയുള്ള രീതിയിൽ ചിന്തിച്ച് ഇവിടെ വെള്ളം അടിച്ച് പാമ്പായിട്ട് കിടന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ പോലുള്ള എന്നാ മറ്റേ ഞാൻ ഒന്നും പറയണില്ല, എനിക്ക് പച്ച തെറി വരുന്ന ചില സമയങ്ങളിൽ. അറിയാലോ ചെറുതെന്താന്ന്. ആറോ ഇപ്പോടാ ചെറുത്, അതിപ്പോ എത്രയാണെന്ന് ഞാൻ പറയത്തില്ല. ക്രിസ്മസിന് മാത്രം. ഇല്ല ഒന്നും കഴിച്ചില്ല, ഇത് മാത്രം. ഓ ക്രിസ്മസിന് മാത്രം, വേറെ ഒന്നും കഴിച്ചില്ല. ക്രിസ്മസിന് ഓണത്തിന് എവിടെയെന്ന് വെച്ചാൽ നീ കഴിക്കും. ഇതൊക്കെ വന്ന് എന്തിനാ നാട്ടുകാരടുത്ത് പറയുന്നത്? നീ നിന്റെ വീട്ടുകാരടുത്തും കുടുംബക്കാരടുത്തും പറ. നാളെ ഞാൻ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിന്റെ മക്കളടക്കം ഇത് കണ്ടിട്ട് വെള്ളം അടിച്ചിട്ട് നീ അത് ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആ മക്കള് അങ്ങനെ ചോദ്യം ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അങ്ങനെ നിന്റെ മക്കള് അന്ന് നീ ചോദ്യം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ മക്കള് നിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, അമ്മയെ വെള്ളം അടിക്കല്ലോ പിന്നെ ഞങ്ങൾക്ക് അടിച്ച എന്നാന്ന്. വിവരം ഉണ്ടായിന്, വിവരദോഷികളാണെന്ന് വെച്ച് നീ എന്തും കോപ്രായങ്ങളും കാണിക്കാവോ? അയ്യോ ഇങ്ങനെ മനുഷ്യന്മാർ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം. എനിക്ക് ഞാൻ നിന്നോട് നീ ആരാണെന്ന് ചോദിക്കാണ്, നിനക്ക് എന്നോട് ചോദിക്കാൻ ഞാൻ ആരാണെന്ന്. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നെയും വിളിക്കാം, നിനക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിന്നെയും വിളിക്കാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് നിന്നേക്കും തള്ളാക്കി വിളിക്കാം. മനസ്സിലായ? അതാണ് എനിക്ക് പറയാനുള്ളത്. പുഷ്പ ഫയർ അല്ലടാ ഫ്ലവർ. തിരിഞ്ഞ് ഫ്ലവർ അല്ലടാ ഫയർ. രേണു ഫയർ അല്ലടാ കാട്ടുതീ. ഇനി ഞാനൊരു കമന്റ് വായിക്കാം കേട്ടോ. മോനെ കിച്ചുവിന്റെ വീഡിയോയിൽ വന്ന കമന്റാണ്. മോനെ കിച്ചു, നിങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം തന്ന ബിഷപ്പിനെ എന്തിനാണ് മോന്റെ അമ്മ ഇങ്ങനെ തെറി പറയുന്നത്? അത് മോശമല്ലേ മോനെ?
അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കുക, ഒരു പുരോഹിതനെ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു സ്ഥലവും വീടും തന്ന അവരല്ലേ, അത് വിവരമുള്ളവരടുത്ത് പറയണം. ഇത് കിച്ചുവിന്റെ താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഈ ബിഷപ്പ്, ഫിറോസ് എന്നൊക്കെ പറയുന്ന വ്യക്തികൾ ഇവരടുത്ത് എന്താണ് ചെയ്തത്? മറുനാടൻ അടക്കം ചീത്ത വിളിച്ചു. മതിൽ വയ്ക്കാൻ മറുനാടൻ 1 ലക്ഷം രൂപയും കണ്ടാ കൊടുത്തായിരുന്നു. ഉടനെ മതിലെന്തോ ശകല അടിയെന്നളവിയെന്ന് വെച്ച് മറുനാടനും ചീത്ത വിളി. ഇങ്ങനെ നന്ദിയില്ലാത്ത മനുഷ്യനെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, സീരിയസ്ലി പറയാം. ഇത്രയും നന്ദിയില്ലാത്ത മനുഷ്യരെ ഞാൻ ഒരിക്കലും കാണാനും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യന്മാരായ ഇങ്ങനെ ആകാൻ പാടില്ല, അതാണ് വേറൊരു സത്യം. ഇത്രയും നന്ദിയില്ലാത്ത രീതിയിൽ ഒരിക്കലും മനുഷ്യന്മാരാവരുത്. അവരുടെ കയ്യിലിരുന്ന പൈസയെ കൊടുത്ത്, അതായത് ബിഷപ്പിന്റെയൊക്കെ അവസ്ഥകളൊന്നും ആലോചിച്ചു കേട്ടോ. ഒരു കാര്യമില്ലാതെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടുക്കുന്ന പട്ടിയ വാങ്ങിയ അവസ്ഥയാണ്. തന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് 7 സെന്റ് വസ്തു എങ്ങാണ്ട് എഴുതി കൊടുത്ത് അത് കിട്ടിയിട്ട് അങ്ങേരെ തന്നെ തെറി വിളിക്കുന്ന അവസ്ഥയാണ്. ഫിറോസിക്ക വെച്ചു കൊടുത്ത വീട്, ആ വീട്ടിൽ പെയിന്റ് പോയെന്ന് വെച്ച് അങ്ങേരെ ചീത്തവിളി, ചാറ്റിലടിച്ചതിന് അത് ചീത്തവിളി. ഇതൊക്കെ വല്ലാത്ത ജന്മങ്ങളെ തന്നെ നിർത്തൂല്ല. ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ഘട്ടം വരും കേട്ടോ, ഏതെങ്കിലും ഒരു ഘട്ടത്തെ. ഇനി ഒരു കമന്റ് വായിക്കാം. അച്ഛന് തെറ്റുകൾ പറ്റിയിരിക്കുക, അതായത് സ്തുതിക്കുകയാണ് കേട്ടോ. അത് പക്ഷെ സ്തുതിയുടെ മരണം വരെ ആരും അറിഞ്ഞില്ല. സത്യം. ഈ രേണു തങ്കച്ചൻ ഈ ലോകം മുഴുവൻ ശ്രുതിയെ നാറ്റിച്ചു. ആ മരണപ്പെട്ട ആണ്ട് ദിവസം ഇവളുടെ സന്തോഷം കാണണമായിരുന്നു. അച്ഛനെ നാറ്റിച്ച് ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്ന നിന്നോട് വെറുപ്പും മാത്രം. അതായത് ശ്രുതി എന്ന് പറയുന്ന വ്യക്തി മരിക്കുന്നതിന് മുന്നേ ശ്രുതിയുടെ ക്യാരക്ടർ ആരും അറിഞ്ഞിട്ടില്ല. ശ്രുതി എങ്ങനെയുള്ളവനായിരുന്നു എന്ന് ആർക്കും അറിയത്തില്ലായിരുന്നു. ഒരു സഹതാപത്തിന്റെ പേരിൽ ശ്രുതിയുടെ കുടുംബത്തിനോട് ജനങ്ങൾ കാണിച്ച ഒരു സഹതാപം മാത്രമായിരുന്നു രേണുവിന് കിട്ടിയ ഒരു ഹൈപ്പ്. എന്നാൽ രേണു ശ്രുതി എന്ന് പറയുന്ന വ്യക്തി അടക്കം നാറ്റിക്കുന്ന രീതിയിലായിരുന്നു മുന്നോട്ട് ഓരോ ദിവസങ്ങളും കാഴ്ച വെച്ചുകൊണ്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്ങനെയൊക്കെ ശ്രുതി എന്ന് പറയുന്ന വ്യക്തിയെ നാറ്റിക്കാൻ, അതും കൂടിയാണ് അവൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് അവസ്ഥ. വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ. എനിക്ക് സീരിയസ്ലി പറയാം, എനിക്ക് വെറും പുച്ഛമാണ് ഈ രേണുവിൻ്റെ അടുത്തൊക്കെ തോന്നുന്നത്. ഇവിടെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന കുറെ വിവരമില്ലാത്ത വിവരം ദോഷികൾ എന്ന് തന്നെ പറയേണ്ടി വരും. അയ്യോ, വളരെ കഷ്ടം. ഇനി ഞാനൊരു പോസ്റ്റ് വായി, ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നതാണ് കേട്ടോ. പുതിയ സർക്കാർ ബ്രാൻഡിക്ക് പേര് നിർദ്ദേശിക്കാം, 10,000 രൂപ സമ്മാനം, അവസാന തീയതി ജനുവരി 7. എന്റെ പൊന്നളിയന്മാരെ, സർക്കാർ എന്നാ പരിപാടികളാണ് കാണിക്കുന്നത്? ബ്രാൻഡിക്ക് പേരിടാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങ്. ഇതൊന്നിട ഇതൊക്കെ ശരിക്കറിയാൻ പാടില്ല. ഇതൊക്കെ വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. മനുഷ്യന്മാരെ കാര്യങ്ങൾ തന്നെ കോമഡികളാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. നിങ്ങൾ പറ, ഈ രേണു സുധിയെ പോലുള്ളവർ കാണിക്കുന്ന കോപ്രായങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? പുതിയൊരു വീഡിയോ ആയിട്ടാണ്, നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ബൈ.